എല്ലാവർക്കും പുതുവത്സരാശംസകൾ. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെ ഒരു വർഷമായിരിക്കട്ടെ എല്ലാവർക്കും. ഇന്നും ഡയറിയുമായ ഒരു കഥ കേട്ടാലോ? ഹസ്ബൻഡ് ഓഫീസ് ആവശ്യത്തിനായി ഒരു ഡയറി വാങ്ങാൻ ബുക്ക് സ്റ്റാളിലെത്തി. ഓഫീസിലെ ഒരു സ്റ്റാഫ് പറഞ്ഞിരുന്നു ഒരുപാട് കാര്യങ്ങൾ എഴുതാനുള്ളത് കൊണ്ട് കുറച്ച് വലിയ ഡയറി മേടിക്കണമെന്നുള്ളത്. അതായത് 1-ാം തീയതിയിലെ കാര്യങ്ങൾ എഴുതാനായിട്ട് 2 പേജ് വേണം. ഡയറികൾ പല വിധത്തിലാണല്ലോ. ചിലപ്പോൾ ഒരു പേജ് തന്നെ 2ആയി പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഒരു ഫുൾ പേജിൽ നമുക്ക് 1-ാം തീയതിയിലെ കാര്യങ്ങൾ എഴുതാൻ പറ്റും. അങ്ങനെ ഡയറികൾ പല വിധത്തിലാണല്ലോ. അങ്ങനെ ഹസ്ബൻഡ് കടയിലെത്തി കുറേ ഡയറികളെല്ലാം നോക്കി ഒരു ഡയറി എടുത്ത് സെയിൽസ്മാനോട് ചോദിച്ചു ഈ ഡയറിയിൽ എത്ര പേജ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ സെയിൽസ്മാൻ പറഞ്ഞു 365 പേജ് കറക്റ്റായി ഉണ്ട് എന്ന്. ഇനി ഞാൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെടുത്താവോ എന്നറിയില്ല, എന്നാലും പറയുകയാണ്. ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് പറഞ്ഞു വിട്ട കാര്യങ്ങൾ അതേപോലെ സെയിൽസ്മാനോട് പറഞ്ഞിരുന്നെങ്കിൽ സെയിൽസ്മാന് കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാവുമായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാറില്ലേ? ഒരാൾ പറഞ്ഞ കാര്യം മറ്റൊരാളോട് പറയുമ്പോൾ അതിലെന്തോരം ആശയക്കുഴപ്പങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് എന്തോരം പ്രശ്നങ്ങൾ വരാറുണ്ട്. പറഞ്ഞ അതേ അർത്ഥത്തിലായിരിക്കില്ല കേൾക്കുന്നയാൾ അത് ഉൾക്കൊള്ളുക. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ലേ? ഈ പുതുവർഷം നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒരാളെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അയാളെ വേദനിപ്പിക്കാതിരിക്കാനായി നമുക്ക് ശ്രമിക്കാം. നമ്മുടെ നാവിൽ നിന്ന് വീഴുന്ന ഒരു വാക്കുകൊണ്ട് ആരുടെയും കണ്ണീര് വീഴാതിരിക്കട്ടെ. അതുപോലെ കുറ്റം പറയുന്ന സ്വഭാവം, പരദൂഷണം പറയുന്ന സ്വഭാവം എല്ലാം നമുക്ക് അവസാനിപ്പിക്കാം. ആരെയും കുറിച്ച് നല്ലത് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ആരെയും കുറിച്ച് കുറ്റം പറയാതിരിക്കാം. നമ്മൾ കാരണം ആരുടെയും കണ്ണ് നിറയാതിരിക്കട്ടെ. അതുതന്നെയല്ലേ ഏറ്റവും വലിയ കാര്യം. ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവത്സരാശംസകൾ. സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സമ്പൽ സമൃദ്ധിയുടെ ഒരു വർഷമായിരിക്കട്ടെ എല്ലാവർക്കും.